ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ക്രിസ്മസ് മാർക്കറ്റിൽ പോവാണ്. ഏത് ക്രിസ്മസ് മാർക്കറ്റിലാണ് നമ്മൾ പോകുന്നത്? ക്രിസ്മസ് മാർക്കറ്റിൽ. അപ്പോൾ അവിടെ കാണാം. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ എടുത്തതാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. നമ്മളിപ്പോൾ ഇരുട്ടത്തേക്കൂടെ നടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വെറും 5 മണി ആയിട്ടുള്ളൂ. ഈ തിരിഞ്ഞു നോക്കുന്നതാണ് നമ്മുടെ താരം. ഇപ്പോൾ വെറും 3 ഡിഗ്രി ടെമ്പറേച്ചറാണുള്ളൂ. നിങ്ങൾക്ക് തണുക്കുണ്ടോ ജെസിയ? ഇല്ല സ്നേഹ, എനിക്ക് ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോവാണ്. 2-3 ക്രിസ്മസ് മാർക്കറ്റ് കണ്ടിട്ടുണ്ട്. എന്നാലും ഓരോ ക്രിസ്മസ് മാർക്കറ്റിന് ഓരോ വൈബാണ് അല്ലേ? എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോയത്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഒരു 20 മിനിറ്റ് ബസ് ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ ഈ ക്രിസ്മസ് മാർക്കറ്റിലേക്ക്. നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടെ മാർബൂർഗിലെ എലിസബത്ത് സ്ട്രാസയിലുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റിലാണ്. ഇവിടെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഒരു ഉച്ചയ്ക്ക് 12 മണി ആകുമ്പോഴേക്കേ ഓപ്പൺ ആവും കേട്ടോ. പക്ഷേ ഒന്ന് ഇരുട്ടി കഴിയുമ്പോൾ പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോഴാണ് ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലൈറ്റ്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർബൂർഗിലെ ക്രിസ്മസ് മാർക്കറ്റ്. ഇതൊരു ചെറിയ ക്രിസ്മസ് മാർക്കറ്റാണ്. സാധാരണ ക്രിസ്മസ് മാർക്കറ്റിൽ നല്ല കുറേ റൈഡ്സ് ഉണ്ടാവും. പക്ഷേ ഇവിടെ 2-3 കുഞ്ഞു പിള്ളേർക്കുള്ള റൈഡ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ഇതേപോലെ വിൻ്റർ ഡ്രസ്സ് ഉള്ളതും അതേപോലെ ഫുഡിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള പല പല വേറെ കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്മസ് പപ്പ സമ്മാനം കൊണ്ടുവരുന്ന വണ്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. പിള്ളേർ അതിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് എൻജോയ് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഓരോ തട്ടുകടകളുണ്ടായിരുന്നു. ഈ കാണുന്നത് ഒരു പാസ്തയുടെ ഒരു തട്ടുകടയാണേ. ജർമ്മൻസൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ പാസ്തയൊക്കെ അവരുടെ ഫേവറേറ്റ് ഡിഷിൽ പെട്ട ഒന്നാണ്. എല്ലാ കടയിലും ഇതേപോലെ ലൈറ്റ് ഇട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു ക്രെപ്സിൻ്റെ കട കണ്ടു. ക്രെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ കേക്കിൻ്റെ ഒരു മോഡലാണ്. പല വെറൈറ്റിയിലുള്ള ക്രിപ്സ് കിട്ടും. ന്യൂട്ടെല്ല ഇട്ട ക്രിപ്സ്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. പിന്നെ ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ വൂസ്റ്റ്. വൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പന്നിയും ബീഫൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അതിവർ ഈ ബണ്ണിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ അകത്ത് വെച്ചിട്ട് കഴിക്കും, കറി ബൂസ്റ്റായിട്ട് കഴിക്കും. അങ്ങനെ പല വെറൈറ്റിയിലും ബൂസ്റ്റിൻ്റെ ഡിഷസ് അവൈലബിൾ ആണ്. ഇവർ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഫ്രണ്ട്സൊക്കെ കൂടി വൈൻ കുടിക്കാനും അതേപോലെ ഇവിടുത്തെ ഡിഷസൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും ആയിരിക്കും. ജർമ്മനിയിൽ പലതരത്തിലുള്ള ക്രിസ്മസ് കേക്കുകൾ അവൈലബിൾ ആണ്. അവിടെ ഒരു കേക്കിൻ്റെ കടയുടെ മുകളിൽ പുൽക്കൂടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ കിട്ടുന്ന പോലെ പഞ്ഞുമിഠായും പോപ്കോണൊക്കെ കിട്ടുന്ന കടയുണ്ട് ഇവിടെ. ഈ ക്രിസ്മസ് മാർക്കറ്റ് പണിതേക്കുന്നത് തന്നെ ഈ എലിസബത്ത് കിർഷി അല്ലെങ്കിൽ എലിസബത്ത് ചർച്ച് എന്ന് പറയുന്ന ഈ പള്ളിയുടെ ഗ്രൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പള്ളിയിൽ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിന്നെ അവിടുത്തെ പുൽക്കൂടൊക്കെ ഒന്ന് പോയി കണ്ടു. അവിടെ തുടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു. ഞങ്ങൾ പള്ളി പോയ സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ളവരെ എങ്ങോട്ട് പോയി, പിന്നെ അവരെയൊക്കെ വിളിച്ച് നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കടകൾ കാണാമെന്ന് വിചാരിച്ച് നടന്നു. ഈ കാണുന്നത് പഴയ മോഡൽ മൺപാത്രങ്ങളും മഗ്ഗുകളൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. പിന്നെ ഞങ്ങൾ ബാക്ക് ഹൗസിലേക്ക് വന്നു. ഈ ബാക്ക് ഹൗസിൽ നമുക്ക് കിട്ടുന്നത് ലാങ്ങോസും ചൂറോസുമാണ്. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് എനിക്കും അറിയാം, ഞങ്ങൾക്കും ശരിക്കും അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് 4 പേർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അക്ക ഞങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവറും അതേപോലെ ചീസൊക്കെ ഇട്ടിട്ടുള്ള ലാങ്ങോസ് വാങ്ങിച്ചു തന്നു. ആ തണുപ്പത്തി വെളുത്തുള്ളിയുടെ ഫ്ലേവറും ചീസൊക്കെ ആയിട്ട് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നേ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ലാങ്ങോസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ടൊർണാഡോ കാർട്ടഫിൽ എന്താണെന്ന് ഈ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ, നമ്മുടെ കമ്പി ചുറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചിപ്സ് തന്നെ. അത് കഴിഞ്ഞ് സാന്റയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ളവർ എന്തോ വാങ്ങി കഴിക്കായിരുന്നു. അത് ടേസ്റ്റിയാണെന്ന് വിചാരിച്ചപ്പോഴേക്കും അത് തീർന്നു പോയായിരുന്നു. എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഒരുമിച്ച് പോകുമ്പോഴാണല്ലോ നമുക്ക് ഓരോരുത്തരെ കൂടുതൽ അടുത്തറിയാൻ പറ്റുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ തപ്പി നടക്കുവാണ്. അവരെവിടെയാണ് അറിയില്ല. അവരെ കിട്ടി. ഇത് കണ്ടോ, ഓരോ കടയും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അവിടെ എന്തോ ടെക്സ്റ്റൈൽ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റാറിൻ്റെ കട കണ്ടു. ഈ പല നിറത്തിലുള്ള സ്റ്റാർ ലേത്തിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ.
പിന്നെ പല വെറൈറ്റി ലൈറ്റുകളുടെ കട കണ്ടു. ഈ ജർമ്മൻസ് അവരുടെ വീടും പരിസരങ്ങളൊക്കെ ഇതേപോലെ അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് വെക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. പിന്നെ ഒരു ബേക്കറി ഐറ്റംസ് ഒക്കെ ഉള്ളൊരു കട കണ്ടു. ആ കടയിൽ മാത്രമാണ് തിരക്കൊന്നുമില്ലാതെ ഞാൻ കണ്ടത്. ബാക്കി എല്ലാ കടകളിലും നല്ല തിരക്കായിരുന്നു. പിന്നെ ഇവിടെ എന്തോ കറങ്ങുന്ന മനുഷ്യരൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിരിക്കും. ഇത് കണ്ടോ, മരത്തിൻ്റെ പാത്രങ്ങളും മരത്തിൻ്റെ സ്പൂണൊക്കെ ഉള്ള കടയാണത്. ഈ ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം തന്നെ നമ്മൾ ചുറ്റി കണ്ടു. സാധാരണ ക്രിസ്മസ് മാർക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റാണിത്. പക്ഷേ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാർബൂർ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.